everyone, welcome to my channel English with LCS. So you will be wondering why I am sitting here with this much of books. Trust me, when I went to all these books, I found it very much interesting for you, and also to tell you that if you wanted to improve your language, definitely you have to go through these books once. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ബുക്സ് വായിച്ചിരിക്കണം. Because these books have used very simple English which everyone, okay, even a child can understand. കാരണം അത്രയും മനോഹരമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിലൂടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ് the writers. So I wanted to introduce these books to you in order to improve your language. So we can start. So the first book that I wanted to show you is The God of Small Things by Arundhati Roy. ഓക്കെ, സോ ഞാൻ തീമിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ കഥാപാത്രത്തിലേക്കോ കഥാതന്തുവിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല. ഐ എം ജസ്റ്റ് ടോക്കിംഗ് ടു യു, ഓർ ഐ എം ജസ്റ്റ് ടേക്കിംഗ് സം സെൻറ്റൻസസ് വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. നിങ്ങൾ ഈ ഒരു ബുക്ക്, ഇഫ് യു ആർ നോട്ട് എ ബിഗിനർ, ഓക്കെ, ബിഗിനർ ആണെങ്കിൽ വി ക്യാൻ ബിഗിൻ വിത്ത് സ്മോൾ ബുക്സ് ആൻഡ് ഓൾ. ഇഫ് യു ആർ എ മീഡിയം, ഓക്കെ, മീഡിയം ലെവലിലാണ് നിങ്ങളുടെ ഒരു റീഡിംഗ് എങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. അത് മാത്രമേ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്, വൈ യു ഹാവ് ടു റീഡ് ദീസ് ബുക്സ്. ഓക്കെ, സോ ഈ ഒരു ബുക്കിൽ അരുന്ധതി റോയ് ഇസ് ആക്ച്വലി യൂസ്ഡ് വെരി സിമ്പിൾ ഇംഗ്ലീഷ്. ഓക്കെ, സിമ്പിൾ ഇംഗ്ലീഷിൻ്റെ കൂടെ ഷി ഹാഡ് യൂസ്ഡ് മെനി യൂസേജസ് ഹിയർ. നമ്മൾ യൂസേജസ് എന്ന് പറയും വൈൽ, വെയർ, ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് യൂസേജസ് നമുക്ക് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. അതേപോലെയുള്ള കുറേ യൂസേജസ് ഇവിടെ റൈറ്റർ ഹാസ് യൂസ്ഡ് ഇൻ ദിസ് ബുക്ക്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സിമിലാരിറ്റീസ്, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യത്തെ മറ്റൊരു കാര്യമായിട്ട് കുറേ കമ്പാരിസൺസ് നമുക്കിവിടെ കിട്ടും. ഐ വിൽ റീഡ് വൺസ്. ഓക്കെ, സോ ഹിയർ ദ റൈറ്റർ ഈസ് സേയിങ് അബൌട്ട്, or Arundhati Roy is saying about one child who is going to Estha the name of that boy. So Estha used to go to market in order to buy things. മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ദ റൈറ്റർ ഇസ് ആക്ച്വലി കമ്പയറിങ് ദിസ് ചൈൽഡ് ടു ദാറ്റ് ഓഫ് എ ബബിൾ. ഓക്കെ, ഒരു കുമിളയുമായിട്ടാണ് ദ റൈറ്റർ ഇസ് കമ്പയറിങ്. ആൻഡ് വാട്ട് ഷീ സേസ് ഇസ് ദാറ്റ് എ ക്വൈറ്റ് ബബിൾ ഫ്ലോട്ടിംഗ് ഓൺ എ സീ ഓഫ് നോയ്സ്. That means she is comparing the market noise with that of the noise of the sea. And what is the role of this child? The child is just like a bubble which is floating on the sea. So it is very beautiful. നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഇഫ് യു ആർ സേയിങ് സംതിങ് വി ക്യാൻ കമ്പയർ ദ തിങ്സ് വിത്ത് ലൈക്ക് ദിസ്, അല്ലേ? ഒരു ബബിളായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അതുമല്ല എന്നാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് എ ലോഗ് വിച്ച് ഇസ് മൂവിങ് ത്രൂ ദ സീ ആൻഡ് ഓൾ, അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ അതുപോലെയുള്ള കുറേ സെൻറ്റൻസസ് യൂസേജസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ പറ്റും ഇഫ് യു ഗോ ത്രൂ ദിസ് ബുക്ക്. ഇനി ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞു എസ്ത ഈസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. അപ്പോൾ നമുക്കൊന്ന് നമ്മൾ സിമ്പിൾ ഇംഗ്ലീഷ് ഇവിടെ യൂസ് ചെയ്താലോ? അതായത് if someone is asking you where you are going, ഓക്കെ, ഞാൻ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുകയാണ്, സിമ്പിൾ ഇംഗ്ലീഷസ്. ഓക്കെ, യെസ്, സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസസ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എസ്ത മാർക്കറ്റ് പോയി എന്ന് പറഞ്ഞപ്പോഴാണ് ഐ തോട്ട് വൈ ഐ കാൺ ഇൻട്രൊഡ്യൂസ് ടു യു. ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് വേർ ആർ യു ഗോയിങ്, ഓക്കെ, വേർ ആർ യു ഗോയിങ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കും വേർ യു ആർ ഗോയിങ്. അപ്പം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഹൗ യു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? നിങ്ങൾക്ക് എങ്ങനെ ഇതിൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റും? യു ക്യാൻ സേ ദാറ്റ് ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ്, ഓർ ഐ ആം ഗോയിങ് ടു സംവെയർ എൽസ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ്, ടു ദി മാർക്കറ്റ്. ദെൻ ദേ വിൽ ആസ്ക് യു ഹൗ യു വിൽ ഗോ, എങ്ങനെയാണ് പോവുക? ഓക്കെ, ഹൗ യു വിൽ ഗോ ടു ദ മാർക്കറ്റ്. സോ യു ക്യാൻ സേ ദാറ്റ് ഐ ആം ഗോയിങ് ടു ദി മാർക്കറ്റ് ബൈ ബസ്, ബൈ auto, by car, or any vehicle you can use, even it is a bicycle. And if you are walking to the market, of your going through feet and all, you can use like this. You can use a sentence like this: I am going to the market by walking. Okay, so I have used by in order to indicate that how you will go to somewhere.
ഇത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ, സിമ്പിൾ സെൻറ്റൻസസ്. സോ ഈ ഒരു ബുക്ക് ആക്ച്വലി യു ഹാവ് ടു റീഡ് ദിസ് ബുക്ക് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. ഈ ഒരു ബുക്കിൽ റൈറ്റർ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് മെനി ക്വസ്റ്റ്യൻ മേക്കിംഗ്. അതായത് നമുക്കിപ്പോൾ വെൻ വി വോണ്ടഡ് ടു ആസ്ക് സം ക്വസ്റ്റ്യൻസ്, വെൻ വി വോണ്ടഡ് ടു ആസ്ക് സം കോണ്ടെക്സ്റ്റ്, എന്തെങ്കിലും ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ രൂപത്തിൽ ചോദിക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ മേക്കിംഗ് സെക്ഷൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സെൻറ്റൻസസ് ആർ അവൈലബിൾ ഇൻ ദിസ് ബുക്ക്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം പൗലോ കോലോ ആൻഡ് I know everyone will be knowing him. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കാണ് ബ്രിഡ. So here in this book, the writer is speaking about this girl, Brida, and what all the things that she has faced in her life. പക്ഷേ ഈ ബുക്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the language is that much simple in this book. പക്ഷേ പോലോ കോലോൻ്റെ ആക്ച്വലി ഇറ്റ് ഈസ് translated and it has been translated from Portuguese, okay, from Portuguese by Margaret Jewel Costa. Margaret Jewel Costa, Harper Collins പബ്ലിഷേഴ്സിൻ്റെ ആണ്. ദിസ് ബുക്ക് ഈസ് ആക്ച്വലി 350 rupees ആണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ അഥവാ ബുക്സ് വേണം അല്ലെങ്കിൽ നിങ്ങളെ ബുക്ക് കളക്ഷനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഷെൽഫിലേക്ക് നിങ്ങൾക്ക് ബുക്സ് ആവശ്യമുണ്ട് എന്നാണെങ്കിൽ കണ്ണൂരും അതേപോലെ തന്നെ കോഴിക്കോടും ദർ ആർ മെനി ഷോപ്സ് അവൈലബിൾ വെർ യു ക്യാൻ ഗെറ്റ് ദ ബുക്സ് ഫോർ ചീപ്പർ കോസ്റ്റ്. അതായത് ഒരു തവണ യൂസ് ചെയ്ത് മാറ്റി വെച്ച കുറേ ബുക്സ് നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് അവൈലബിൾ ആണ്. കാലിക്കറ്റ്, ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ കൊച്ചി, ഇറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം, എവിടെയാണെങ്കിലും മെട്രോപൊളിറ്റൻ സിറ്റീസിൽ മാത്രമല്ല കണ്ണൂരൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതായത് പഴയ ബുക്സ് നമുക്ക് കിട്ടും. അങ്ങനെയുള്ള കടകളിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്, ഇതിപ്പം 350 rupeesൻ്റെ ബുക്കൊക്കെ നിങ്ങൾക്ക് ചിലപ്പം 250, 240 ഒക്കെ കിട്ടും. എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ബുക്ക് 350 ആണെങ്കിലും ഐ ഗോട്ട് ഇറ്റ് ഫോർ 270 ആണ് എനിക്ക് ഈ ബുക്ക് കിട്ടിയത്. ഇഫ് യു ആർ എ ലവർ, ആർഡൻറ്റ് ലവർ ഓഫ് ബുക്ക്, ദെൻ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗോ ടു ദീസ് പ്ലേസസ് ആൻഡ് ഓൾ ഇൻ ഓർഡർ ടു ബൈ ഓൾ ദീസ്. നമുക്ക് ഗ്രാബ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ബുക്സ്. അപ്പോൾ ഇതിൽ one of the sentence that I will tell you, okay, that means all she wanted at that moment was to leave, to be among ordinary things that would bring her back to her familiar world. A damn stain on the wall, a packet of cigarettes discarded on the floor. Discarded എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് ആയി കിടക്കുക. അതായത് സിഗരറ്റ്സിൻ്റെ പാക്കറ്റ് ഓഫ് സിഗരറ്റ്സ് ഡിസ്കാർഡഡ് ഓൺ ദ ഫ്ലോർ. സോ വെൻ വി ലുക്ക് ഇൻ ടു ദി ഫ്ലോർ, ദ സിഗരറ്റ് പാക്കറ്റ്സ് ആർ ഓൾ ടുഗെദർ. അതായത് നമുക്ക് കുറേ ഇങ്ങനെ എന്താ പറയുക, വാരി വലിച്ച് നമുക്ക് സിഗരറ്റ് പാക്കറ്റ്സ് ഇങ്ങനെ ഇട്ട പോലെ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെയുള്ള വൈ ഐ ഹാവ് യൂസ്ഡ് ദിസ് വേർഡ് ഇൻ ദിസ് സെക്ഷൻ ഇസ് ദാറ്റ് ഇതേപോലെയുള്ള ഡിസ്കാർഡഡ് ഓൺ ദ ഫ്ലോർ, ഇതേപോലത്തെ ഒരുപാട് ന്യൂ വേർഡ്സ് യു വിൽ ഗെറ്റ് ഫ്രം ദിസ് ബുക്ക്. ഈ ഒരു ബുക്കിൽ പൗലോ കോലോയുടെ ആണെങ്കിൽ പോലും പോർച്ചുഗീസ് ആണെങ്കിൽ പോലും ഈ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ യു വിൽ ഗെറ്റ് സോ മെനി വേർഡ്സ് വിച്ച് വിൽ ബി എ ന്യൂ ടു യു. അതായത് ന്യൂ വേർഡ്സുമായിട്ട് ഒരു അക്വൈൻറ്റൻസ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബുക്ക് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് അബൻഡൻസ് ഓഫ് വേർഡ്സ് ഇൻ യുവർ ഹാൻഡ്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ഓർ എൻറിച്ച് യുവർ വൊക്കാബുലറി. സോ ഈ ഒരു ബുക്ക് എന്തായാലും വാങ്ങാം, മസ്റ്റ് ബൈ ആണ്. So the next one is that Anida Desai, Journey to Ithaca. So Journey to Ithaca, in this book the writer very beautifully describes about India. ഓക്കെ, ഇന്ത്യൻനെസ് എന്താണ്, ഇന്ത്യ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു സിംഗിൾ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ്. സോ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അനിത ദ ക്യാരക്ടർ ഈസ് കമ്മിങ് ഇൻ ടു ഇന്ത്യ, സൂസി, ആൻഡ് ആ സോഫിയയാണ് ഇതിലെ ക്യാരക്ടർ. അപ്പോൾ സോഫിയ എവിടത്തേക്ക് വരികയാണ്, ഇന്ത്യയിലേക്ക് വരികയാണ്. സോ ഫസ്റ്റ് ഷി ഡിഡൻറ്റ് ലൈക്ക് ടു കം ഹിയർ ആൻഡ് ഓൾ, ആൻഡ് വെൻ ഷി എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബ്യൂട്ടി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഷി ഫെൽറ്റ് ഇൻ ലവ് വിത്ത് ഇന്ത്യ ആൻഡ് ഷി വിൽ ബി ഹാവിങ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് സ്പിരിച്വൽ വേൾഡ്. അപ്പോൾ ആ ഒരു കഥയാണ് ഇതിൻ്റെത്. അപ്പോൾ ഇവിടെ നമുക്ക് കഥയല്ല ആവശ്യം അല്ലേ. എഗെയിൻ ഈ ഒരു ബുക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് so many sentences which will definitely improve your English. നിങ്ങളെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസസ് ആർ അവൈലബിൾ ഇൻ ദിസ് ബുക്ക്. ഞാൻ ഈ ഓരോ ബുക്കും സെലക്ട് ചെയ്തത്, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഈ ഓരോ ബുക്കും സെലക്ട് ചെയ്തത് അത് നോക്കിയിട്ട് മാത്രമാണ്. അതായത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, മൗൾഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് Osho's The Book of Woman.
again ഈ ഒരു ബുക്കിലും ഇതേപോലെ തന്നെ you can see many usages in English, many words in English. He had used many words in English which will be helpful for you in order to develop your language. അതേപോലെ ഒരുപാട് വേർഡ്സും ഒരുപാട് യൂസേജസും ഒരുപാട് സിമ്പിൾ സെൻറ്റൻസസ് ആർ അവൈലബിൾ ഇൻ ദിസ് ബുക്ക് ആൻഡ് റുപ്പീസ് ഓഫ് ദ ബുക്ക് ഈസ് 299. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഈ ഓൾഡ് ബുക്സ് വിൽക്കുന്ന ഷോപ്പിൽ പോവുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ചീപ്പർ പ്രൈസ്. ഓക്കെ. And in this book he actually talks about woman എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ വുമണിനെ നമ്മൾ എങ്ങനെ പരിഗണിക്കണം എന്നുള്ളത് when you read this book definitely you will get the ideas. The next one is ചെമ്മീൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ. പക്ഷെ ഇവിടെ ഞാൻ ഈ ബുക്ക് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ട്രാൻസ്ലേറ്റഡ് വർക്ക് ഓഫ് ചെമ്മീൻ ബൈ അനിത നായർ. അനിത നായർ ട്രാൻസ്ലേറ്റ് ചെയ്ത ചെമ്മീൻ എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഇത് മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഇഫ് പോസിബിൾ യു ഹാവ് ടു ബൈ ഇറ്റ്. ഇത് നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇ ബുക്സ് ആയിട്ട് വായിക്കാൻ കിട്ടും. സോ യു ഹാവ് ടു ഡു ദാറ്റ്. ഓക്കെ. അപ്പോൾ ഇതിലും ഞാൻ പറഞ്ഞ പോലെ വൈ ഹാവ് സെലക്ടഡ് ദിസ് ബുക്ക് ഈസ് ദാറ്റ് വെരി സിമ്പിൾ സെൻറ്റൻസസ് യു വിൽ ഗെറ്റ്. നിങ്ങളൊന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സെൻറ്റൻസസ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ദെൻ ഇതിൻ്റെ പബ്ലിഷർ ആക്ച്വലി you will get Harper Perennial publisher ആണ്. അത് നോക്കിയിട്ട് വാങ്ങുക. ഐ ബോട്ട് ഇറ്റ് ഫ്രം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇത് വാങ്ങിയത്. ആൻഡ് ഐ തിങ്ക് 299 rupees, എനിക്ക് 250 ഓർ സംതിങ് ആ റേഞ്ചിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ആൽക്കമിസ്റ്റ്. ഡെഫിനറ്റ്ലി ആൽക്കമിസ്റ്റ് ഇല്ലാതെ നമുക്കൊരു ബുക്ക് അല്ലെങ്കിൽ ഒരു ബുക്ക് റിവ്യൂ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബുക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആൽക്കമിസ്റ്റ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. ബിക്കോസ് ആൽക്കമിസ്റ്റ് വാസ് കൺസിഡേർഡ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ഇഫ് യു ആർ ആസ്പയറിങ് യുവർ ഡ്രീം. ഒരുപാട് ഫിലോസഫീസ് ഇതിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് സിമ്പിൾ സെൻറ്റൻസസ് ആർ ഓൾസോ അവൈലബിൾ ഹിയർ. ഇനി അടുത്തത് ആർ കെ നാരായണൻ്റെ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ആൻഡ് ഐ ഗോട്ട് ദിസ് ഫോർ 120 rupees മാത്രമേ ഉള്ളൂ. എഗെയിൻ ഐ ഗോട്ട് ഇറ്റ് ഫ്രം ഫ്ലിപ്കാർട്ട്. ഇതിലും യു ക്യാൻ ഗെറ്റ് ദ സെൻറ്റൻസസ് ലൈക്ക് ദിസ്. സിമ്പിൾ സെൻറ്റൻസസ് ആണ്. സോ ഞാൻ ഈ ബുക്സ് മുഴുവൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ബൈ ദീസ് ബുക്സ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്. നിങ്ങൾ മസ്റ്റായിട്ടും വാങ്ങിച്ചിരിക്കേണ്ട കുറച്ച് ബുക്സ് ആണ്. ആൻഡ് ദിസ് വൺ ഇസ് ദ ഫിനാൻഷ്യൽ എക്സ്പേർട്ട് ബൈ ആർ കെ നാരായൺ. എഗെയിൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരാളോട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതേപോലെ തന്നെ നോബഡി കമ്പൽസ് യു ടു ഡു. അപ്പോൾ അങ്ങനെ കുറേ യൂസേജസ് നിങ്ങൾക്കിതിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മേക്കിങ്സ് എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ മേക്കിംഗ് സെൻറ്റൻസസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രിപ്പോസിഷൻസ് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം, എവിടെയാണ് നമ്മൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എങ്ങനെ വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു. ദ നെക്സ്റ്റ് വൺ ഈസ് അമീഷ് നാഗാസ്. എനിക്ക് തോന്നുന്നു ഈ ബുക്കിൻ്റെ ഇതെൻ്റെ കയ്യിലുള്ള സെക്കൻഡ് വോളിയമാണ്, ട്രിലോളജീൻ്റെ സെക്കൻഡ് ബുക്കാണ് ഇൻ ദാറ്റ് സീരീസ്. പക്ഷേ if possible you have to buy this in order to improve your English improve ചെയ്യണമെന്ന് നിങ്ങൾ അത്രയും അധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബൈ ദിസ്. എഗെയിൻ ഇതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെൻറ്റൻസസ് അവൈലബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എഗെയിൻ അനിത ദേവസ്യയുടെ ഇന്ദുലേഖ, നമ്മളെ ചന്തു മേനോൻ്റെ ഇന്ദുലേഖ. അതിൻ്റെ എഗെയിൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. ആൻഡ് വൈ ഐ എം ഇൻട്രൊഡ്യൂസിങ് ദിസ് is actually a bookmark in it. അപ്പോൾ ഞാൻ ഇതും എഗെയിൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡെവലപ്പ് യുവർ ലാംഗ്വേജ്. അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ യു ഹാവ് ടു ബൈ ദീസ് ബുക്സ്. ഈ ബുക്സിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ യു ക്യാൻ ഇമ്പ്രൂവ് യുവർ ലാംഗ്വേജ്. ദാറ്റ്സ് എ മസ്റ്റ് തിങ്. അത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. യു ഹാവ് ടു ബൈ ദീസ് ബുക്സ്. ഞാൻ വേറെയും വരുന്നുണ്ട് ബാക്കി ബുക്സ് ആയിട്ട്. ഇതിൽ ഞാൻ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചു അധികം ലെങ്തി ആവേണ്ട കുറച്ച് ബുക്സ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത്. ഈ ബുക്സ് ഞാൻ അത്രയും നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് ദീസ് വിൽ ഹെൽപ്പ് യു 110% these books will help you to improve your English. And last but not the least, one of my all time favorite books ആണിത്. ദിസ് ഈസ് സിദ്ധാർത്ഥ ബൈ ഹെർമൻ ഹെസെ. സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എനിക്ക് തോന്നുന്നു വെൻ ഐ റെഡ് ദിസ് ബുക്ക് അന്ന് മുതൽ ഇന്ന് വരെ ദിസ് ബുക്ക് ഈസ് വിത്ത് മീ. എപ്പോഴൊക്കെ ഞാൻ ഇത് വായിക്കണം എന്ന് തോന്നുമ്പോഴും അല്ലെങ്കിൽ എപ്പോഴൊക്കെ എനിക്ക് സിദ്ധാർത്ഥ എന്ന് പറയുന്ന ആ ഒരു ബുക്കിലെ ഡയലോഗ്സ് ആയാലും അതേപോലെ തന്നെ മെസ്സേജസ് ആയാലും തീംസ് ആയാലും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുത്തണം എന്നുണ്ടെങ്കിൽ
I will read this. കാരണം ഈ ഒരു ബുക്കിൽ whenever we are going through these books, this book especially, ഈ ഒരു ബുക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ we will reach into another world. നമ്മൾ വേറെ ഒരു വേൾഡിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന പോലെ നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു ബുക്കാണിത്. ദിസ് ഈസ് മൈ ഓൾ ടൈം ഫേവറേറ്റ്. ഇത് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം again the simple sentences that the writer has used. So ഇതിലും ഇതേപോലെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എന്താ പറയുക നമുക്ക് കമ്പാരിസൺസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് കുറേ യൂസേജസ് അവൈലബിൾ ആണ്. സിമ്പിൾ സെൻറ്റൻസസ് ആർ ഓൾസോ അവൈലബിൾ ഇൻ ദിസ് ബുക്ക്. സോ യു ഹാവ് ടു റീഡ് ദിസ്. ഇതിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ട് വി ക്യാൻ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. ദാറ്റ് മീൻസ് ഹി റിയലൈസ്ഡ് ദാറ്റ് വൺ തിങ് ഹാഡ് ലെഫ്റ്റ് ഹിം ആസ് എ സ്നേക്ക് is left by its old skin, that one thing no longer existed in him. So the writer is actually speaking about Siddhartha, the character. He is actually reaching into his youth. അദ്ദേഹത്തെ യൂത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ ഒരു നിഷ്കളങ്കത അല്ലെങ്കിൽ ആ ഒരു ഇന്നസെൻസ് ഈ സിദ്ധാർത്ഥയിൽ നിന്ന് മെല്ലെ മെല്ലെ പതുക്കെ നഷ്ടപ്പെടുന്ന പോലെ സിദ്ധാർത്ഥയ്ക്ക് ഒരു ഫീൽ ഉണ്ടാവുക എന്നുള്ളതാണ് റൈറ്റർ സേസ്. ആൻഡ് ദ റൈറ്റർ യൂസ് ദ വേർഡ് ദാറ്റ് ഈസ് ദ സ്കിൻ, ദ ഓൾഡ് സ്കിൻ ഓഫ് ദ സ്നേക്ക് ടു ദാറ്റ് ഓഫ് ഇന്നസെൻസ്. Isn't it beautiful? So that is this section. So ഇത്രയും books ആണ് I just wanted to introduce to you in order to improve your language. And if possible, you have to buy this. It will be available on Flipkart, Amazon. അതിലൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അല്ലാന്നാണെങ്കിൽ ഇ ബുക്സിൽ അവൈലബിൾ ആണ്. Kindle you will get it. You must buy these books. And I think this video is helpful for you. Thank you for watching.